Good morning, students. In the last class, we learned about collision properties. Today, let us discuss about real and ideal gases. All of you know that real gases are gases which do not obey ideal gas equation at all conditions of temperature and pressure. Real gases obey ideal gas laws, which is the ideal gas equation PV equal to nRT only at high temperature and low pressures. Under other conditions of temperature and pressure, they show deviations from the ideal behavior. These deviations become greater at low temperatures and high pressures. Let us consider the PV versus P plots of real gases at constant temperature is shown here. For ideal gas, the PV is constant for any pressure. So the graph obtained is a straight line parallel to the pressure axis. But for hydrogen and helium, PV increases with increase of pressure. But for carbon monoxide and methane, the value of PV first decreases, reaches a minimum value and then increases. For example, PV is parallel to the pressure axis and that is for an ideal gas. ഒരു ഐഡിയൽ ഗ്യാസിന്റെ പി വി വേഴ്സസ് പി പ്ലോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും പാരലൽ ആയിരിക്കും. അതായത് പി വി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യുന്നില്ല, പാരലായിട്ട് പോകുന്നു. ഇതാണ് ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷേ ചില ഗ്യാസുകൾ, ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ഗ്യാസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടുന്നതനുസരിച്ച് അവരുടെ പി വി വാല്യൂസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു കർവ് ചെയ്ത് ചെരിഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അല്ലെങ്കിൽ പാരലൽ ടു ദി പി ആക്സിസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്നാണ് വിളിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻക്രീസ് ഇസ് കോൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ. പക്ഷെ കാർബൺ മോണോക്സൈഡ് മീഥെയിനും പോലുള്ള ഗ്യാസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പി വി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഒരു മിനിമം വാല്യൂവിൽ എത്തിയിട്ടാണ് കൂടുന്നത്. ഈ തരത്തിലുള്ള ഗ്യാസുകളുടെ പ്രത്യേകത അവർക്കൊരു മിനിമം വാല്യൂ എത്തുന്നുണ്ട്. ആ മിനിമം വാല്യൂ എത്തുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കും. പിന്നെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ അത് പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ, നൈട്രജൻ പോലുള്ള ഗ്യാസുകളുടെ പ്രത്യേകത, കാർബൺ ഡൈ ഓക്സൈഡും അതും എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്. So once more I say that real gases obey ideal gas equation only at low pressures and high temperatures. Or in other words, real gases deviate from the ideal behavior at high pressure and low temperatures. Now let us discuss what is compressibility factor. The extent to which a real gas deviates from ideal behavior is represented in terms of a function called the compressibility factor Z, or the compression factor. It is the ratio of the product PV divided by nRT. For ideal gas, for 1 mole of a gas, N equal to 1, so Z is also equal to PV by RT. For ideal gas, Z is equal to 1 at all temperature and pressure. So the graph of Z versus P will be a straight line parallel to the pressure axis.
But for real gases, value of Z deviates from unity. കംപ്രസിബിലിറ്റി ഫാക്ടർ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡീവിയേഷൻ ഒരു ഐഡിയൽ ഗ്യാസ് കാണിക്കുന്നുണ്ട് അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം ആണ്. ഇസഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി അല്ലെങ്കിൽ പി വി ബൈ ആർ ടി ഫോർ 1 മോൾ ഓഫ് എ ഗ്യാസ്. ഇനി ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ എപ്പോഴും ഇസഡിന്റെ വാല്യൂ 1 ആയിരിക്കും, കാരണം പി വി ഈക്വൽ ടു ആർ ടി ആണ്. അപ്പൊ രണ്ടും മുകളിലത്തെ ടേമും താഴത്തെ ടേമും സെയിം ആയതുകൊണ്ട് നമുക്ക് 1 എഴുതാവുന്നതാണ്. ഇപ്പൊ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡും പിയും കൂടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുള്ളൂ. അത് പ്രഷർ ആക്സിസിന് പാരലൽ ആയിരിക്കും. പക്ഷേ റിയൽ ഗ്യാസസിന്റെ കേസ് ഇങ്ങനെയല്ല. റിയൽ ഗ്യാസസിന് പി വി ഈക്വൽ ടു ആർ ടി അല്ലാത്തത് കൊണ്ട് തന്നെ ഇസഡിന്റെ വാല്യൂ യൂണിറ്റിയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഇസഡിന്റെ വാല്യൂ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റ് us consider the deviation of real gases with pressure. For ideal gas, Z is equal to 1 at all temperatures and pressures. So the graph of Z versus P will be a straight line parallel to the pressure axis, as you can see here. This is the graph. But for real gases, value of Z deviates from unity. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു പി വി വേഴ്സസ് പി പ്ലോട്ട് നമ്മൾ ചെയ്തായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇസഡ് വേഴ്സസ് പി പ്ലോട്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയും ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്, പാരലൽ ടു ദി പ്രഷർ ആക്സിസ് ആണ്. അത് ഐഡിയൽ ഗ്യാസിന് മാത്രം. ബാക്കിയുള്ള എല്ലാ ഗ്യാസസിനും പലജാതി ഡീവിയേഷൻസ് വരുന്നുണ്ട്. ഹൈഡ്രജനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് പോസിറ്റീവ് ഡീവിയേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട് ഇവിടം വരെ, പിന്നെ അതിന് ശേഷം പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്. 2 ടൈപ്പ് ഡീവിയേഷൻസ് അവര് കാണിക്കുന്നുണ്ട്. It can be seen that at very low pressures, Z is equal to 1 for all the gases, indicating ideal behavior. However, as the pressure increases, for gases like nitrogen, oxygen, carbon dioxide, etc., Z first decreases, passes through a minimum, and then increases continuously, as you can see. First decreases, passes through a minimum, and then increases. On the other hand, for helium and hydrogen, Z shows only a continuous increase with increase in pressure. That is, Z is greater than 1 at all pressures for these gases, showing that they are less compressible than an ideal gas at all pressures. But it can be seen that at extremely low temperatures, that is below minus 165 degrees centigrade for hydrogen and below minus 240 degrees centigrade for helium, these two gases give plots having shapes similar to those of nitrogen, oxygen, carbon dioxide, etc. at 0 degree centigrade. പ്രഷർ ഇസഡിന്റെയും പിയുടെയും പ്ലോട്ടുകളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു മിനിമം കാണാനില്ല, അവരൊരു നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല സത്യം. അവരുടെ വാല്യൂസ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്ത പ്രഷറിലും അവരുടെ വാല്യൂസ് എപ്പോഴും ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് അപ്വേർഡ്സ് ആയിട്ട് പോയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും കേസ്. വളരെ ലോ ടെമ്പറേച്ചർ എടുക്കുവാണ്. വളരെ ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 165 ഡിഗ്രി സെന്റിഗ്രേഡ് ഹൈഡ്രജനും മൈനസ് 240 ഡിഗ്രി സെന്റിഗ്രേഡ് ഹീലിയത്തിനും എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ഗ്രാഫും ഇതുപോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഇതുപോലെ തന്നെ ഇസഡിന്റെ വാല്യൂ കുറഞ്ഞിട്ട് പിന്നെ കൂടുന്നു. ആ ഒരു പ്രതിഭാസം നമുക്ക് വളരെ ലോ ടെമ്പറേച്ചറിൽ ഹൈഡ്രജനും ഹീലിയത്തിനും കാണാൻ പറ്റുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്യാസസും ഈ നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്.
അതിൻ്റെ ടെമ്പറേച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്ലോട്ട് കിട്ടിയതാണ്. അതായത് ഹൈഡ്രജനും ഹീലിയം പോലുള്ള ഗ്യാസസ് കംപ്രസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാവുന്നതിന് കാരണം ഇതാണ്. അവരെ നെഗറ്റീവ് ഡീവിയേഷന് വളരെ ലോ ടെമ്പറേച്ചേഴ്സിലാണ് സംഭവിക്കുന്നത്. അതാണ് റീസൺ. Now let us discuss the deviation of nitrogen gas from ideal gas behavior at various temperatures. This is the plot of Z versus P of nitrogen at different temperatures. It is observed that the shape of the Z versus P plots change with change in temperature. The fact shows that real gases deviate from Charles' law. As you can see, the green line shows the graph at 200 Kelvin and the red line shows the graph at 500 Kelvin and the blue line shows the graph at 1000 Kelvin. What is particular about the green line at 200 Kelvin? There is a negative dip in the graph and then it increases showing positive deviation. That means it has negative deviation and positive deviation. Similar is the case for the red line or at the graph for 500 Kelvin, but the dip is considerably less than the dip at 200 Kelvin. But what about the 1000 Kelvin? For 1000 Kelvin, the graph is almost similar to the ideal gas graph at low pressures and then it increases showing positive deviation. It can be seen that the initial dip in the curve is greater at low temperatures and the dip decreases with increase in temperature. At a certain temperature, at 50 degrees centigrade, for nitrogen, the minimum in the curve vanishes and the curve remains almost horizontal. That is, Z is above unity for an appreciable range of pressures. Boyle's law is obeyed at this range of pressure and temperature, and so the temperature is called Boyle's temperature. Boyle temperature of a gas is the temperature at which it obeys Boyle's law over an appreciable range of pressure. Above the Boyle temperature, Z increases continuously with increase in pressure, and below the Boyle temperature, Z first decreases and then reaches a minimum value and then increases above unity. The Boyle temperature is characteristic of each gas. For nitrogen, it is 50 degrees centigrade, but the Boyle temperature of hydrogen and helium are very low, minus 165 degrees centigrade for hydrogen, and for helium, it is minus 240 degrees centigrade. ഇതാണ് നൈട്രജൻ ഗ്യാസിന്റെ ഡീവിയേഷന് അറ്റ് വേരിയസ് ടെമ്പറേച്ചേഴ്സ്. ഞാൻ പറഞ്ഞായിരുന്നു ഈ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് 200 കെൽവിൻ ആണ് ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് നെഗറ്റീവ് ഡീവിയേഷൻ കൂടുതലുമാണ്, പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്. ഈ കുഴി ഭാഗം കൂടിയിട്ടുണ്ട് ഈ ടെമ്പറേച്ചർ കുറവായിരിക്കുമ്പോൾ, അതായത് നെഗറ്റീവ് ഡീവിയേഷൻ കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് 500 കെൽവിൻ ആയപ്പോഴത്തേക്കും ഈ നെഗറ്റീവ് ഡിപ്പ് അല്ലെങ്കിൽ ഈ കുഴി കുറഞ്ഞു, എന്നിട്ട് പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്. 1000 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ടെമ്പറേച്ചർ ആണ്. 1000 കെൽവിനിൽ ഈ നെഗറ്റീവ് ഡീവിയേഷൻ കാണുന്നേ ഇല്ല, അതായത് ഈ ഗ്രാഫിൽ കുഴിയേ ഇല്ല, ഏകദേശം ഒരു ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഇത്രയും പ്രഷർ വരേക്കും ഏകദേശം ഫ്ലാറ്റ് ആണ് ഗ്രാഫ്, അതായത് അത്രയും ഭാഗം വരെ അല്ലെങ്കിൽ അത്രയും പ്രഷർ വരെ അത് ഐഡിയൽ ഗ്യാസ് പോലെ തന്നെ പ്രവർത്തിക്കേണ്ടതെന്ന് ചുരുക്കം. അതിനുശേഷമാണ് ഡീവിയേഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുള്ളൂ. ഇതാണ് പല ടെമ്പറേച്ചറുകളിൽ നൈട്രജന്റെ സ്വഭാവം. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഇങ്ങനെയായിരിക്കും. ഇനി എല്ലാ ഗ്യാസുകൾക്കും ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ ഏകദേശം ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുക, അല്ലെങ്കിൽ ബോയിൽസ് ലോ ഒബേ ചെയ്തിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുക. ഈ ബോയിൽ ടെമ്പറേച്ചർ ഓരോ ഗ്യാസിനും ഡിഫറെന്റ് ആയിരിക്കും. നൈട്രജൻ ഗ്യാസിന്റെ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഏകദേശം ഗ്രാഫ്,
അതായത് നൈട്രജന്റെ ഗ്രാഫും ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫും ഏകദേശം സിമിലർ ആയിരിക്കും. ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം സിമിലർ ആയിട്ട് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ലോവർ ടെമ്പറേച്ചർ, ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും ലോവർ ടെമ്പറേച്ചറിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടാവും, അതായത് ഒരു കുഴി ഭാഗം ഉണ്ടാവും. അതിനുശേഷം ഒരു പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവും. ഈ ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും വ്യത്യാസം? ഒരിക്കലും കുഴിയായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവില്ല, അതായത് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവില്ല. എപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ മാത്രമേ കാണിക്കുള്ളൂ. അതാണ് ഈ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ഓൺലി ദർ ഇസ് പോസിറ്റീവ് ഡീവിയേഷൻ. The compression factor, Boyle's temperature is denoted by the term TB, and the compression factor is that approaches 1 at low pressures but does so with different slopes. For a perfect gas, the slope is 0, but for real gases, they may have either positive or negative slopes, and the slope may vary with temperature. At the boil temperature, the slope is 0. Here it is 0. And the gas behaves perfectly over a wider range of conditions than at other temperatures. So this temperature is called Boyle's temperature. And so in the next class, let us learn why there is deviation from ideal behavior. Okay, thank you.